കർത്താവിന്റെ മഹത്വം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ചില ദിവസങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ നിലയിൽ ഒരു ലൈവിൽ വരുവാൻ ഇടയായിട്ടുള്ളത്. ഇന്ന് ജർമ്മനിയിൽ നിന്ന് കേരളത്തിൽ വന്ന് കേവലം 17 വർഷങ്ങൾ മാത്രം ഇവിടെ താമസിച്ച് മലയാളക്കരയിലെ മറ്റെല്ലാ ഭാഷാ കവികളെക്കാളും അതിശ്രേഷ്ഠമായ നിലയിൽ മലയാള ഭാഷ വശമാക്കി ആംഗലേയ സാഹിത്യത്തിൽ നിന്ന് ഭക്തിനിർഭരമായ നിരവധി ഗാനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് സംഭാവന ചെയ്ത, നിത്യതയിൽ ഇപ്പോൾ വിശ്രമിക്കുന്ന ബഹുമാന്യനായ വാൾബ്രൈറ്റ് നാഗൽ സാഹിബിന്റെ മനോഹരമായ ഒരു സ്തോത്ര ഗാനത്തിന്റെ ഒരു അവലോകനമാണ് ചുരുക്കം ചില മിനിറ്റുകൾ കൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ആരാധന യോഗങ്ങളിൽ സാധാരണയായി ഭക്തിനിർഭരമായി നാം പാടുന്ന എൻ നീതിയും വിശുദ്ധിയും എൻ യേശുവും തൻ രക്തവും എന്ന പാട്ട്. ക്രിസ്തീയ ലോകത്ത് അനേക ഭക്ത കവികൾ മനോഹരമായിരുന്ന ഭക്തിഗാനങ്ങൾ ചമച്ചിട്ടുണ്ട്. അവരുടെ പേരുകളുടെ ലിസ്റ്റുകൾ വളരെ നീണ്ടതാണ്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ആരാധന സമയത്ത് ദൈവത്തെ ആരാധിപ്പാനിരിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ ക്രൂശിങ്ങിലേക്കും ദൈവത്തിന്റെ മഹത്വത്തിലേക്കും ഹഠാകർഷിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് ഈ പാട്ട്. ഇതേക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നു. ഈ പാട്ടിന് ഉള്ള പ്രത്യേകത, ഈ പാട്ടെന്ന് മാത്രമല്ല, നാഗൽ സാഹിബിന്റെ എല്ലാ പാട്ടുകളും വിശുദ്ധ തിരുവെഴുത്തുകളിലെ ഓരോ വാക്യങ്ങളെ ചിട്ടയോടുകൂടെ ചിട്ടപ്പെടുത്തി അത് കാവ്യ ഭംഗിയിൽ അവതരിപ്പിച്ചിട്ടുള്ള പാട്ടുകളാണ്. ഈ പാട്ട്, അതായത് എൻ നീതിയും വിശുദ്ധിയും എൻ യേശുവും തൻ രക്തവും എന്ന് പറയുന്ന ഈ പാട്ട് 1863 ആംഗലേയ ലോകത്ത് പുറത്തിറക്കിയ വില്യം ബി ബ്രാഡ്ബറി ഈണം നൽകിയ ഒരു മനോഹരമായ പാട്ടാണ്. അത് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ: മൈ ഹോപ്പ് ഈസ് ബിൽറ്റ് ഓൺ നത്തിങ് ബട്ട് എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം. ആ ഗാനത്തിന്റെ പദാനുപത തർജ്ജമയല്ല ഈ പാട്ട്, എങ്കിലും അതിനകത്തെ ആശയങ്ങൾ മുഴുവൻ മലയാള ഭാഷയിൽ സ്വാംശീകരിച്ച് വളരെ മനോഹരമായ നിലയിൽ കാവ്യ ഭംഗിയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ പാട്ട് കഴിഞ്ഞ അനേക ദശകങ്ങളായി ക്രൈസ്തവ ലോകത്ത് ജീവിക്കുന്ന ഒരു ഗാനമായി അത് തീർന്നിരിക്കുന്നു. ഈ പാട്ടിന്റെ എഴുത്തുകാരനായിരിക്കുന്ന, അതിന് ഈണം നൽകിയ എഡ്വേർഡ് മോർട്ടനെ കുറിച്ച് ചുരുക്കം ചില വാക്കുകൾ പ്രാരംഭമായി ഞാൻ ഓർപ്പിച്ചിട്ട് ഈ പാട്ടിന്റെ അതിന്റെ കാവ്യ ആസ്വാദനത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ചിന്തിക്കുകയാണ്. 1797 ഇംഗ്ലണ്ടിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് മോർട്ട് ജനിച്ചത്. മക്കളെ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മോർട്ടിന്റെ മാതാപിതാക്കൾ ഒരു സത്രം സൂക്ഷിപ്പുകാരായിരുന്നു. അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുക, മക്കളെ വളർത്തുക വളരെ പരിതാപകരമായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ ബാലനായ മോട്ട് അലഞ്ഞു തിരിഞ്ഞ് തെരുവോരങ്ങളിൽ നടക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹം അഭിമുഖീകരിക്കുകയും വിദ്യാലയത്തോട് അദ്ദേഹം വിട പറഞ്ഞ് പഠിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്തുള്ള അലമാരകൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ചെറിയ തൊഴിലുടമയുടെ അലമാര നിർമ്മാണശാലയിൽ മോട്ട് ഒരു ചെറിയ ജോലിക്കായി പ്രവേശിച്ചു. എന്നാൽ ഈ പ്രവേശനം മോട്ടിനെ സംബന്ധിച്ച് ഒരു അനുഗ്രഹത്തിന്റെ വഴിത്തിരിവായി തീർന്നു. പണിശാലയുടെ ഉടമസ്ഥനായിരുന്ന ജോൺ ഹയാത്ത് എന്ന സുവിശേഷകനുമായി ഇദ്ദേഹത്തെ അടുപ്പിക്കുവാൻ ഈ ബന്ധം സഹായമായി. അതിനെ തുടർന്ന് തന്റെ 16-ാമത്തെ വയസ്സിൽ മോട്ട് കർത്താവായ യേശുവിനെ തന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു. തുടർന്ന് സ്വന്തമായി ഒരു അലമാര നിർമ്മാണശാല സ്ഥാപിക്കുകയും അതോടൊപ്പം
സുവിശേഷ പ്രവർത്തനങ്ങളിൽ മോട്ട് സജീവമായി വ്യാപൃതനാവുകയും ചെയ്തു. ചില നാളുകൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ഹോർഷാം എന്ന സ്ഥലം തിരഞ്ഞെടുത്ത് സുവിശേഷ പ്രവർത്തനത്തിനായി അദ്ദേഹം സമർപ്പിച്ചു. രക്ഷകനെ പ്രസംഗിക്കുവാൻ എനിക്കൊരു പ്രസംഗപീഠം മാത്രം മതി എന്ന് നിർണയിച്ച ഈ ദൈവദാസൻ അദ്ദേഹം എഴുതിയ 100-ലധികം ഗാനങ്ങളിൽ ഒന്നാണ് മൈ ഹോപ്പ് ഈസ് ബിൽറ്റ് ഓൺ നത്തിങ് ലെസ് ബട്ട് ജീസസ് ആൻഡ് ദ ക്രൂസിഫൈഡ് എന്ന് പറയുന്ന ഈ മനോഹരമായ ഗാനം. അപ്പൊ ഈ ഗാനം വാസ്തവത്തില് എഡ്വേർഡ് മോട്ട് 1797 അദ്ദേഹം ഇത് ടോൺ ചെയ്ത് ആംഗലേയ ലോകത്തിന് സമ്മാനിച്ചു. 1874 നവംബർ 30 അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ മനോഹരമായ ഇംഗ്ലീഷ് പാട്ടിന് തത്വം ചൂടുപിടിച്ചാണ് നാഗിൽ സാഹിബ് മനോഹരമായ ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ഈ പാട്ട് ആരംഭിക്കുന്നത് തന്നെ എൻ നീതിയും വിശുദ്ധിയും എൻ യേശുവും തൻ രക്തവും വേറില്ല ആത്മശരണം വേറില്ല പാപഹരണം എൻ യേശു എൻ ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നത് ഈ പാറമേൽ ഞാൻ നിൽക്കുന്നത് ഈ പാറമേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗാനത്തിന്റെ തുടക്കം തന്നെ എത്രയോ മനോഹരമായ അർത്ഥസമ്പുഷ്ടമാണ്. പ്രത്യേകിച്ച് ആത്മശരണം പാപഹരണം എന്നീ 2 വാക്കുകൾ. ആ വാക്കുകൾ 2000 വർഷത്തിനപ്പുറത്ത് കാൽവറി മലയിൽ ഉയർത്തപ്പെട്ട മരക്കുരിശിൽ 3 ആണികളാൽ തൂക്കപ്പെട്ട യേശു ഒഴുകിയ രക്തത്തിന്റെ അനന്ത സാധ്യതകളെ നമ്മെ വിളിച്ചറിയിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ഗോൽഗോഥായിൽ കാരിനും പാണികളാൽ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ കർത്താവായ യേശു അവിടുത്തെ തിരുരക്തം കൊണ്ട് മനുഷ്യവർഗത്തിന് നേടിയ അതിശക്തമായിരിക്കുന്ന ആത്മരക്ഷയുടെ അടിത്തറ ഇട്ടുകൊണ്ടാണ് ഈ പാട്ട് അദ്ദേഹം ചമയ്ക്കുവാൻ തുടങ്ങിയത്. യേശുവിന്റെ രക്തം പാപിയായ മനുഷ്യനെ വിശുദ്ധനാക്കി തീർക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവമുമ്പാകെ നിൽക്കുവാൻ പ്രാപ്തനാക്കുന്നു. പാപപങ്കിലമായ മനുഷ്യഹൃദയത്തെ ഹിമം പോലെ അത് വെടിപ്പുള്ളതാക്കുന്നു. പിശാച് അതായത് സംഹാരദൂതന്റെ ആക്രമണത്തിൽ നിന്ന് എന്നേക്കുമായി വിടുതൽ നൽകുന്നു എന്ന് ഈ വരികൾ നമ്മെ ഓർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി സ്വയം അഭിമാനിക്കുന്നത് ഞാൻ നിൽക്കുന്നത് യേശു എന്ന യുഗങ്ങളുടെ പാളയിന്മേൽ ആകുന്നു എന്നാണ്. അതുകൊണ്ട് ജീവിതയാത്ര ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളിലും യാതൊരു നിലയിലും ഒരു വ്യക്തിക്ക് ഭയപ്പെടുവാൻ ഇല്ല എന്നുള്ള ആശയവും ഇവിടെ ഉരുത്തിരിയുന്നുണ്ട്. പലപ്പോഴും ആത്മരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ശ്രമിക്കാതെ സ്വയനീതിയിൽ ആശ്രയിക്കുകയും സ്വയനീതീകരണത്തിലൂടെ രക്ഷപ്രാപിപ്പാൻ കഴിയുകയും ചെയ്യുമെന്ന് പഠിപ്പിക്കുന്ന അനേക മതങ്ങളും അനേക വിഭാഗങ്ങളും ഇന്ന് ആത്മീയ ലോകത്തുണ്ട്. അവയെല്ലാം വൃഥാവാണ്, ചത്ത രീതികളാണ്, ജീവനില്ലാത്തതാണ്. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മെ പ്രാപ്തിപ്പെടുന്ന ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തമാണ്. ആ രക്തത്തിൽ ആശ്രയിക്കുന്നവന്റെ പാപഹൃദയം ഹിമത്തെക്കാളും നിർമ്മലമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അത് മാത്രമല്ല, താഴോട്ട് പാടുമ്പോൾ വൻമഴ പെയ്യും നേരത്തും ഞാൻ നിർഭയമായിരിക്കും, കാറ്റടിച്ചാലും ഉച്ചത്തിൽ പാടിയിടും ഞാൻ കോട്ടയിൽ. ആ അർത്ഥത്തിന്റെ വരികൾ ശ്രദ്ധിക്കുക, ആ വരികളുടെ അർത്ഥം ശ്രദ്ധിക്കുക. സ്വയപരിശ്രമത്താലും സ്വയനീതിയാലും ആത്മരക്ഷ എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുടെയും ക്രൈസ്തവ ചിന്തയുടെയും അടിത്തറ തകർത്തുകൊണ്ട് അവിടെ പറയാണ്, ഈ ചിന്തകൾക്ക് ദൈവവചനത്തിന്റെ പിന്തുണ അല്പം പോലും ഇല്ല. സൽപ്രവൃത്തികളാലും സ്വയനീതിയാലും മനുഷ്യൻ ഒരിക്കലും രക്ഷപ്രാപിപ്പാൻ സാധിക്കുകയില്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ മാത്രമാണ്, കർത്താവിന്റെ മരണത്തിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്, കർത്താവിന്റെ പുനരുദ്ധാനത്താൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് രക്ഷപ്രാപിക്കുവാൻ സാധിക്കുക എന്ന് ഇവിടെ അദ്ദേഹം പറയുന്നു. അടുത്ത ലൈൻ വരുമ്പോൾ, ആരെന്നെ കുറ്റം ചുമത്തും, ആർ ശിക്ഷയ്ക്ക് എന്നെ വിധിക്കും, ഞാൻ ദൈവനീതിയാകുവാൻ പാപമായി തീർന്ന എൻ രക്ഷകൻ. എത്ര മനോഹരമായ വരികളാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം ചോദിക്കുന്നു, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും?
നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ. ആ വരികൾ, അതായത് വചനത്തിലെ ആ വാക്യങ്ങൾ കാവ്യരൂപത്തിൽ നാഗൽ സാഹിബ് ആക്കിയപ്പോൾ ഇങ്ങനെ അദ്ദേഹം പാടി: ആരെന്നെ കുറ്റം ചുമത്തും, ആർ ശിക്ഷയ്ക്ക് എന്നെ ഏൽപ്പിക്കും, ഞാൻ ദൈവനീതിയാകുവാൻ പാപമായി തീർന്നു എൻ രക്ഷകൻ. ഹൃദയസ്പർശിയായ ഈ സ്തോത്രഗാനത്തിന്റെ ഉന്നതമായ തലത്തിലാണ് ഈ ഗാനം അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ് വായിക്കുന്നത്: വീണാലും പർവ്വതങ്ങളും മാഞ്ഞാലും ആകാശങ്ങളും ക്രിസ്തുവിൻ രക്തനിയമം മാറാതെ നിൽക്കും നിശ്ചയം. വിശ്വാസത്തിന്റെ ഏറ്റവും അത്യുച്ചകോടിയിൽ, പ്രത്യാശയുടെ ഏറ്റവും ഉയർന്ന പടിയിൽ ഒരു ക്രിസ്തുഭക്തനെ കൊണ്ട് നിർത്തിയിട്ട് ഭാഗ്യകരമായിരുന്ന ആ അനുഭവത്തിലേക്ക് അവനെ അനയിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54:10 നാം വായിക്കുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ നിങ്ങളോടുള്ള എന്റെ ശാശ്വത സമാധാന നിയമം അതൊരു നാളും നിങ്ങളെ വിട്ടു മാറുകയില്ല എന്ന് നിങ്ങളോട് മനസ്സിലുള്ള കർത്താവ് അരുളിച്ചെയ്യുന്നു. അത് തന്നെയാണ് വീണാലും പർവ്വതങ്ങളും മാഞ്ഞാലും ആകാശങ്ങളും ക്രിസ്തുവിൻ രക്തനിയമം മാറാതെ നിൽക്കും നിശ്ചയം. എത്ര ദൃഢതയാണ് തന്റെ വിശ്വാസത്തിൽ ദൈവഭക്തന് ഉണ്ടായിട്ടുള്ളത്. എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രൈസ്തവ ലോകത്ത് അർത്ഥവത്തായ നിരവധി ക്രിസ്തീയ ഗാനങ്ങൾ സംഭാവന ചെയ്ത ഇതുപോലെയുള്ള എത്രയോ പിതാക്കന്മാർ ഗതകാല ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച് തങ്ങളുടെ ആയുസ് കൊണ്ട് ദൈവത്തെ ശുശ്രൂഷ ചെയ്ത് മൺമറഞ്ഞ് കർത്താവിന് സന്നയിൽ വിശ്രമിക്കുന്നു. നാം ഇന്ന് ആ ലൈനിൽ നിൽക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും പാട്ടെഴുത്തുകാരായി ദൈവം എഴുന്നേൽപ്പിച്ചിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ദൈവഭക്തന്മാർക്ക് പാടി ആശ്വസിക്കുവാൻ മതിയായ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത ധാരാളം ഭക്തന്മാർ ക്രൈസ്തവ ലോകത്തുണ്ട്. അർത്ഥവത്വം ഭാഗ്യകരവുമായിട്ടുള്ള മനോഹര ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സംഭാവന ചെയ്തത് അനേക ആളുകൾ കഴിഞ്ഞ 200 വർഷങ്ങളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ 300 വർഷങ്ങളുടെ ചരിത്രത്തിൽ ഈ മലങ്കരയിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഭക്തിനിർഭരമായ പ്രത്യാശ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ സിലോൺ പെന്തക്കോസ്റ്റ് മിഷനിലെ ചില ഭക്തന്മാരും ഉൾപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടൊത്ത് യേശുവെ വാഴ്ത്തിനുമേ തുടങ്ങി അനേക ഭക്തി നിർഭരമായ പ്രത്യാശ ഗാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ ചമച്ചിട്ടുണ്ട്. എനിക്ക് നാഗൽ സാഹിബിന്റെ പാട്ടുകളോട് ഇത്രയും അത്യാകർഷകത്വം ഉണ്ടാകുവാൻ ഒരു കാരണം, മറ്റെല്ലാ ഗാനരചയിതാക്കളെക്കാളും പരിമിതമായ കാലം കൊണ്ട് മലയാള ഭാഷയിൽ അപ്രമേയമായിരുന്ന സ്വാധീനത കൈവരിച്ച് അനായാസമായി ഭാഷയിലെ വാക്കുകളെ എടുത്ത് അമ്മാനമാടുവാൻ ദൈവകൃപ ലഭിച്ച ഈ ക്രിസ്തുഭക്തൻ ദൈവ വചനത്തിലെ ഓരോ വരികളെയും അർത്ഥവത്തായ മനോഹര ഗാനങ്ങളാക്കി, സ്തോത്ര ഗാനങ്ങളാക്കി അത് തീർത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞ നിരവധി ദശകങ്ങളായി മലങ്കരയിലുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈ ഗാനത്തിന്റെ പല്ലവികൾ ഏറ്റുപാടും. എത്ര മനോഹരമായ ഗാനം! കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസി ജീവിതത്തിന്റെ യാതൊരു സാഹചര്യങ്ങളിലും നഷ്ടമായി പോകുന്നില്ല. അവന് ലഭിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശ ഒരു നാളും ഉതിർന്നു പോകാത്ത, വീണാലും പർവ്വതങ്ങളും മാഞ്ഞാലും ആകാശങ്ങളും ക്രിസ്തുവിൻ രക്തനിയമം മാറാതെ നിൽക്കും നിശ്ചയം. കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ വലിയ ആത്മരക്ഷ ഒരു വിധത്തിലും മാറ്റമില്ലാതെ നിലകൊള്ളും എന്ന് ഇവിടെ ദൈവദാസൻ സമർത്ഥിക്കുന്നു. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ എന്ന് ചോദിക്കുന്നു. നീണ്ട ഒരു പട്ടികയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഏതെങ്കിലും തുടങ്ങി എത്രയോ പട്ടിക അദ്ദേഹം അണിനിരത്തുന്നു. എന്നിട്ട് പറയുക, ഇവയ്ക്കൊന്നിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു. ഇതിനെയാണ് രക്ഷയുടെ ഉറപ്പ്, പ്രത്യാശയുടെ സ്ഥിരത എന്ന് വിശുദ്ധ വേദപുസ്തകവും പറയുന്നു. പ്രിയപ്പെട്ട വിശ്വാസിയെ,
നമ്മുടെ ജീവിതയാത്ര ഇനിയും മുമ്പോട്ട് എത്ര നാളുകൾ എന്ന് എനിക്ക് നിങ്ങൾക്കും നിശ്ചയമില്ല. എന്നാൽ ഒരു കാര്യത്തിൽ നമുക്ക് നിശ്ചയം ദൈവം നൽകിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചു, അവനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു. ആകയാൽ സകല പാപങ്ങളും ക്രിസ്തുവിന്റെ രക്തം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്റെ കാലുകളെ യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തുവിന്മേൽ അവൻ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് സംഹാരദൂതൻ പിശാച് എന്റെ മേൽ അടുത്തു വന്നു കഴിഞ്ഞാൽ ആ കർത്താവിന്റെ നിയമരക്തം എന്റെ മേൽ കാണുന്നതുകൊണ്ട് താൻ ഉടനെ കടന്നു പോകും എന്നാ പാടും. ഇത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പെസഹ കുഞ്ഞാടിനെ അർദ്ധരാത്രിയിൽ അറുക്കപ്പെട്ട യാഗമൃഗത്തിന്റെ രക്തം ഓരോ ഇസ്രായേലിനും പാർക്കുന്ന വീടിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. അർദ്ധരാത്രിയിൽ സംഹാരകൻ ആ വഴിയായി കടന്നു വരുമ്പോൾ രക്തം അടയാളമായി കണ്ട വീടുകളെ ഒഴിഞ്ഞുപോകുകയും അല്ലാത്ത വീടുകളിൽ സംഹാരം ഉണ്ടാവുകയും ചെയ്തു എന്ന് വായിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിച്ച, അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഏതൊരു ദൈവപൈതലിന്റെയും ഹൃദയത്തിന്റെ ഭിത്തികളിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം വ്യക്തമായി സംഭവിച്ചതായി ദൈവത്തിന് കാണാൻ കഴിയും. സംഹാരകനും അത് കാണാൻ കഴിയും. ആകയാൽ പിശാചിന് നമ്മെ ഇനിയും ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. പല ക്രിസ്തീയ സംഘടനകളിലും സഭാവിശ്വാസികളായി കടന്നു വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് ഭൂതങ്ങളെയും പിശാചുക്കളെയും നിരന്തരമായി ഇറക്കുന്നു എന്നുള്ള ഭാവേന വലിയ അട്ടഹാസവും ബഹളവുമായി പുൾപിറ്റുകളിലും യൂട്യൂബുകളിലും ധാരാളം വഴിതെറ്റിയ നിലയിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവസഭകളിൽ അംഗങ്ങളായി വരുന്നവർ പിശാച് ഒഴിഞ്ഞു വരുന്നവരാണ്. അവിടെ വന്ന ശേഷം പിശാചിനെ ഒഴിപ്പിക്കുന്നവരല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിയമരക്തം ഹൃദയത്തിൽ അടയാളമായി അത് ഏറ്റുവാങ്ങിയിട്ടുള്ള ഏതൊരു ദൈവപൈതലിനും പിശാചിന് അവനുമായി യാതൊരു ബന്ധവുമില്ല. അവനെ ഒന്നും ചെയ്യുവാൻ പിശാചിന് കഴിയുകയില്ല. ആരെങ്കിലും നിങ്ങളെ അന്ധമായി പിശാചിന്റെ പേര് പറഞ്ഞ് വിരട്ടിയാൽ ഒരിക്കലും നിങ്ങൾ പേടിക്കരുത്. പിശാചിനെ ഭയപ്പെടാനല്ല, ദൈവത്തെ ഭയപ്പെടാനാണ് ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇത് ഈ അനുഗ്രഹീതമായ ക്രിസ്തീയ ഗാനം ആരാധനാ വേളയിലും പാടുമ്പോൾ വാസ്തവത്തിൽ എന്റെ ഹൃദയം കാൽവരിയിലേക്ക് കടന്നു പോവുകയും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ചോരയുടെ ചൊരിച്ചിലിനെ കുറിച്ചുള്ള ചിന്ത എന്റെ ഹൃദയത്തെ മതിക്കുകയും ഞാൻ ദൈവസന്നയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നൽകപ്പെട്ട രക്ഷയുടെ മഹത്വത്തെയും രക്ഷയുടെ ഉറപ്പിനെയും ഭാവി പ്രത്യാശയുടെ സ്ഥിരതയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം സംഗതിയാക്കുന്നുണ്ട്. നിശ്ചയമായും നാഗിൽ സാഹിബിന്റെ ഈ പാട്ട് പാടുന്ന ഏതൊരു ക്രിസ്തു ഭക്തനും അപ്രമേയമായ ദൈവത്തിന്റെ ധനത്തിന്റെ മഹത്വം, രക്ഷയുടെ മഹത്വം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും എന്ന കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. ഗോഡ് ബ്ലസ് യു.